ഇതിപ്പോ ഈ ചാക്കില് കിട്ടുന്നതൊക്കെ ഖുർആൻ തന്നെയുള്ളത്? ഇതൊക്കെ ഖുർആനാണ്. ഖുർആനാണ് അല്ലേ? കോപ്പികളാണ്. ഖുർആൻ കോപ്പികൾ എന്ന് പറഞ്ഞാല് ഇത് ബഹുമാനത്തോടു കൂടി അടക്കി ഒതുക്കി വെച്ചതല്ല. ഇത് ആക്രി കളക്ട് ചെയ്യുന്ന ആളുകൾ ആക്രി കടയിൽ കൊടുത്തു കൊടുക്കും. അവിടുന്ന് എന്ത് ചെയ്യും, അവരൊന്നായിട്ട് ചാക്കിൽ ഇതിങ്ങനെ കാണുമ്പോ ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് ഭയങ്കര വിഷമമുണ്ട്. കാരണം ഒരു സംഭവം പറയട്ടെ, നമ്മളെ പിന്നെ പുറത്തുനിന്നൊക്കെ ഇപ്പൊ പടക്കം പൊട്ടിയ ഒരു വിഷയത്തില് അത് നിങ്ങൾ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടില്ലേ എന്റെ? അപ്പൊ അതിന്റെ ഉറവിടം ചിലപ്പോ തോന്നുന്നു നമ്മളെ കേരളം അത് ഇങ്ങനെ കൊടുത്തേക്കുമ്പോഴേ ഇതൊക്കെ കൂടുതലും പോകുന്നത് പിന്നെ പേപ്പർ കമ്പനികളിലേക്കാണ് പോവുക. ചില കടയിൽ അവര് കൈ എകുന്നോടത്ത് വെള്ളം ചാടിനോടത്താണ് ഖുർആൻ കിടക്കുന്നത്. നമ്മളെ മനസ്സ് പൊട്ടിപ്പോയി. എന്തായാലും ഇസ്ലാം മത വിശ്വാസികളല്ലാതെ വിധാനം പുറത്തു കൊടുക്കട്ടെ. അപ്പൊ ഞാനിന്ന് മലപ്പുറം ജില്ലയിലെ വേങ്ങര കുറ്റാളൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞാൻ ഇന്നിവിടെ വരാനുണ്ടായ ഒരു കാരണം, ആദ്യം തന്നെ ഒരു കാര്യം പറയും, വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം. കാരണം വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ആക്രി കടകളിൽ നിന്നും ഖുർആൻ കളക്ട് ചെയ്യുന്ന ഒരു മനുഷ്യനെ കാണാൻ വേണ്ടി വന്നതാണ്. അവിടെ വിശ്വാസികൾ കൊണ്ടുകൊടുക്കുന്ന ഖുർആൻ കളക്ട് ചെയ്ത് അതിനെ വളരെ കൃത്യമായിട്ട് ദീനീപരമായിട്ട് പരിചരിക്കുന്ന അങ്ങനെ ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ അടുത്തേക്കാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇത് കാണുമ്പോൾ ഒരുപാട് സങ്കടമുണ്ട്. കാരണം കുറച്ച് മുമ്പ് ഒരു വീഡിയോ നമ്മൾ കണ്ടിരുന്നു. പടക്കം പൊട്ടിച്ചതിന് ശേഷം അതിന്റെ അവശിഷ്ടങ്ങളായിട്ടുള്ള പേപ്പറുകൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഖുർആൻ എഴുതിയ പേപ്പറുകളാണ്. വേറെ വൈറലായ ഒരു വീഡിയോ ആണത്. അപ്പോ അതിന്റെ ഒരു ഉറവിടം ഒരുപക്ഷെ ഇങ്ങനത്തെ സ്ഥലങ്ങളായിരിക്കും. ഈ ഒരു മനുഷ്യൻ ചെയ്യുന്നത് അത് അവർ കൊണ്ടു കൊടുക്കും. ഇവർ വളരെ ഭംഗിയായിട്ട് വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന ഒരു മനുഷ്യനെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പൊ എന്തായാലും അതിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് കാണാം. ആദ്യം ഞാൻ വീണ്ടും പറഞ്ഞല്ലോ, ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം. കാരണം ഇതൊരു വലിയൊരു തെറ്റാണ്. ഏത് വിശ്വാസമായിക്കോട്ടെ, ഹിന്ദുവോ മുസൽമാനോ ക്രൈസ്തവനോ ഏതോ ആയിക്കോട്ടെ, അവരുടെ വിശ്വാസങ്ങളുടെ പ്രമാണങ്ങളെ ഭംഗിയായിട്ട് അല്ലെങ്കിൽ വളരെ ബഹുമാനത്തോടു കൂടി സൂക്ഷിക്കുക എന്നുള്ളത് അതത് മതം വിശ്വസിക്കുന്ന ആളുകളുടെ ഉത്തരവാദിത്തമാണ്. അപ്പൊ എന്തായാലും ആ ഒരു കാഴ്ച നമുക്കൊന്ന് കാണാം. നേരെ വീഡിയോയിലേക്ക്. അപ്പൊ ചങ്ങന്മാരെ, ഈ ഒരു വീടിന്റെ ഉള്ളിലാണ് കേട്ടോ ആളുള്ളത്. ഇവിടെ നിൽക്കുന്നുണ്ട്. അസ്സലാമു അലൈക്കും. ആദ്യം തന്നെ നിങ്ങളെ പേരെങ്ങനെയായിരുന്നു? മുഹമ്മദ് ഫൈസൽ. ഇതിപ്പോ ഈ ചാക്കില് കിട്ടുന്നതൊക്കെ ഖുർആൻ തന്നെയുള്ളത്? ഇതൊക്കെ ഖുർആനാണ്. ഖുർആനാണ് അല്ലേ? ഖുർആൻ കോപ്പികൾ എന്ന് പറഞ്ഞാലേ ഇത് ബഹുമാനത്തോടു കൂടി അടക്കി ഒതുക്കി വെച്ചതല്ല. ഇത് വേസ്റ്റ് ആയിട്ട് തള്ളിയ ആളുകള് നമ്മൾ ആക്രിക്കരയ്ക്ക് കൊടുത്തയച്ചിട്ട് അവിടുന്ന് നിങ്ങൾ കളക്ട് ചെയ്യണം. അവിടെ നമ്മൾ കളക്ട് ചെയ്തല്ല, ഇത് അവർ കളക്ട് ചെയ്ത് അഥവാ ഈ ആക്രി കളക്ട് ചെയ്യുന്ന ആളുകൾ ആക്രിക്കടയിൽ കൊടുത്തു കൊടുക്കും. അവിടുന്ന് എന്ത് ചെയ്യും, അവരൊന്നായിട്ട് ചാക്കിൽ കിട്ടുന്നതൊക്കെ എടുത്തു വെച്ചാണ്. നമ്മൾ ഈ ചാക്കായിട്ടാണ് അവരെടുത്ത് തരാം. ഇതിൽ വളരെ പിന്നെ ശൂന്യമായതുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. നല്ല ഉപയോഗിക്കാൻ പറ്റുന്നത് പേജ് പോലും കയറില്ലാത്തുണ്ട്. ഇത് ചാക്കിൽ മാത്രമല്ല കേട്ടോ ചങ്ങന്മാരെ. നോക്കി ഈ ഒരു ടേബിളിൽ കംപ്ലീറ്റ് ഖുർആനാട്ടോ. ഇതിൽ യാതൊരു കേടും ഇല്ലാത്തതുണ്ട്. പിന്നെ എന്താ പറയാ, ചട്ട പോലും ഇളകാത്ത സാധനമുണ്ട്. ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇതിങ്ങനെ കാണുമ്പോൾ ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് ഭയങ്കര വിഷമമുണ്ട്. കാരണം ഏത് മതത്തിൻ്റെയും പ്രമാണങ്ങൾ, അതേപോലെ തന്നെ ഏത് മതം ആയിക്കോട്ടെ, ഇസ്ലാമോ അല്ലെങ്കിൽ ഹിന്ദുവോ ക്രൈസ്തവനോ ആരോ ആയിക്കോട്ടെ, അവരുടെയൊക്കെ ആ പിന്നെ ഗ്രന്ഥങ്ങൾ സൂക്ഷിക്കേണ്ടത് അതാത് വിശ്വാസികളാണ് അല്ലേ? തീർച്ചയായിട്ടും. ഇപ്പോൾ ഞാൻ വേറെ സംഭവം പറയട്ടെ, നമ്മളെ പിന്നെ പുറത്തുനിന്നൊക്കെ ഇപ്പൊ പടക്കം പൊട്ടിയ ഒരു വിഷയത്തില് അത് നിങ്ങൾ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടില്ലേ എന്റെ? അപ്പൊ അതിന്റെ ഉറവിടം ചിലപ്പോ തോന്നുന്നു നമ്മളെ കേരളം അത് ഇങ്ങനെ കൊടുത്തേക്കുമ്പോഴേ ഇതൊക്കെ കൂടുതലും പോകുന്നത് പിന്നെ പേപ്പർ കമ്പനികളിലേക്കാണ് പോവുക. അല്ലെങ്കിൽ എന്ത് ചെയ്യും, പേപ്പർ വർക്കുകൾ ചെയ്യുന്ന ആളുകളിലേക്ക് പോകും, റീസൈക്ലിങ്ങിന് പോകും. അത് മുമ്പത്തെ കാലത്തൊക്കെ മെഴുകുതിരി ഉണ്ടാക്കാൻ വേണ്ടി പോയിരുന്നു പറഞ്ഞു കേട്ടിരുന്നു. എന്തായാലും മെഴുകുതിരി ഉണ്ടാക്കാൻ കിട്ടണമെങ്കിൽ നമ്മൾ കൊടുത്തേക്കണല്ലോ, അല്ലാതെ അവർക്ക് കിട്ടൂല. അപ്പൊ പുതിയ ഖുർആൻ വാങ്ങിയവർ ചെയ്യൂല. ഇത് ഇവര് ആക്രിക്കടയിൽ എന്നാൽ പാവപ്പെട്ട മറ്റ് മതസ്ഥരുണ്ടാവും, അവർക്ക് ഇതിനെ പറ്റി ബഹുമാനം അറിയില്ലല്ലോ. അവരിങ്ങനെ ഞാൻ പല കടയിലും ചെന്നപ്പോ ചില കടയിൽ അവർ കൈ എകുന്നോടത്ത് വെള്ളം ചാടിനോടത്താണ് ഖുർആൻ കിടക്കുന്നത്. നമ്മളെ മനസ്സ് പൊട്ടിപ്പോയി. കാരണം അവർക്ക് അതിനെ പറ്റി അറിയില്ല, പാവങ്ങളാണ്. അവരവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞു നമുക്ക് അറിയില്ലല്ലോ മോനെ എന്ന് പറഞ്ഞിട്ട് അവരെ ഒരുപാട് എടുത്തൊന്നു. അങ്ങനെ പല കടയിലും ഒരു കടയിൽ ചെന്നപ്പോ അയാൾ പറഞ്ഞു, മറ്റൊരു മതസ്ഥരാണ്, ഞാൻ എന്തിനെ പറ്റി അറിയില്ല വെച്ചിട്ട് ആ വിഷമിച്ചിരിക്കുന്ന സമയത്ത് മോൻ വന്നു പറഞ്ഞ ഉപകാരമായി എന്ന് പറഞ്ഞ് കൊണ്ടുപോകാൻ വേണ്ടി കാശും തന്നു അയാള്. നീ കൊണ്ടുപോയിട്ട് എന്താ ചെയ്തോന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ അതിനെ ബഹുമാനിക്കുന്ന മറ്റു മതസ്ഥരുണ്ട്. വളരെ സന്തോഷം. അവര് പെട്ടിയിൽ സൂക്ഷിച്ചവരാണ്. വല്ല ബ്രീഫ് കേസ് ആയത് കിട്ടിയപ്പോ അതിലെടുത്ത് വെച്ചിട്ടുള്ള അങ്ങനെ മറ്റു മതസ്ഥനെ ഒരുപാട് ബഹുമാനിക്കുന്ന ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പല കടയിൽ ഇപ്പൊ ഇത് കണ്ടതിന് ശേഷം ഇങ്ങനെ ബൈക്കുമല യാത്ര ചെയ്യുമ്പോൾ പല കടയിലും കയറി ചോദിക്കും, ഇങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എടുത്തു വെച്ചോണ്ട് ഞാൻ എന്ത് ചെയ്തോണ്ട് നിങ്ങളെന്താ ചെയ്യലത്? ഞാൻ ചെയ്യാന്ന് പറഞ്ഞാല് ഞാൻ പല ഉസ്താമാരോട് ചോദിച്ചു. അവർ 1.5 വർഷമായി ഇപ്പൊ ഇതിന്റെ പിന്നാലെ നടക്കുന്നു. അപ്പൊ ഉസ്താമാർ പറഞ്ഞത്, ഒന്ന് ഇതിനെന്ത് ചെയ്യണം, പരമാവധി ബൈൻഡ് ചെയ്ത് വീണ്ടും നമ്മൾ വീട്ടിൽ ഉപയോഗിക്കണം, അല്ലെങ്കിൽ പള്ളിക്കൽ ഉപയോഗിക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, അതിന് ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുമല്ലോ. അപ്പൊ സ്വാഭാവികമാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യാന്നുള്ളതാണ് പല ആളുകളും ചോദിച്ചത്. ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടില് ഇഷ്ടംപോലെ മറ്റ് വിലപിടിപ്പുള്ള ആധാരങ്ങളും മറ്റ് നമ്മൾ
100 വർഷങ്ങളോളം പഴക്കമുള്ള ആദരപ്പ് നമ്മുടെ വീട്ടിലുണ്ട്, തീർച്ചയായിട്ടും ഓരോരുത്തരുടെ വീട്ടിലുണ്ട്. അത്രയൊക്കെ പിന്നെ പഴക്കത്തിൽ നമ്മൾ അത് സൂക്ഷിക്കുന്നത് എന്തിനാണ്? നമുക്ക് അത്യാവശ്യമുള്ളതുകൊണ്ടാണ്. എന്നതുപോലെ തന്നെ ഖുർആൻ എന്ന് പറഞ്ഞാൽ മുത്തറസൂലിന്റെ കലാമാണ്, അല്ല മുത്തറസൂലിന് ഇറങ്ങിയ അള്ളാഹുവിന്റെ കലാമാണ്. അത് നമ്മള് ഖുർആൻ എന്ന് പറഞ്ഞാല് ഖുർആനിൽ നോക്കിയിരുന്നാൽ കൂലി കിട്ടും. ഉമ്മാനും ഉപ്പാനും ഉസ്താദ്മാരും മഹാന്മാരും മുഖത്ത് നോക്കിയിരുന്നാൽ കൂലി കിട്ടും. കായപ്പം നോക്കിയിരുന്നാൽ കൂലി കിട്ടും. അത്രയും കൂലി കിട്ടുന്ന ഒരു സംഗതിയാണ് ഈ ഖുർആൻ. ആ ഖുർആനിൽ നോക്കിയിരുന്നാൽ കൂലി കിട്ടുന്ന സംഗതി അള്ളാഹുവിന്റെ കലാമായ ഖുർആനെ ഇങ്ങനെ നമ്മൾ കൊടുത്തയക്കുമ്പോൾ അവർക്ക് എന്തോ ഒരു ബുദ്ധിമോശം കൊണ്ട് സംഭവിക്കും. ഇസ്ലാം മത വിശ്വാസികളല്ലാതെ പുറത്തു കൊടുക്കട്ടെ എന്നാണ് നമുക്ക് വീണ്ടും പ്രവർത്തിക്കാനുള്ളത്. അപ്പോ അവര് സംഭവിച്ചു പോയ ഒരു അറിവില്ലായ്മ ഒരു സംഭവിച്ചു പോയത് തന്നെയാണ്. അതിനെന്ത് ചെയ്യണം? ഇനി അവരാരും ഇത് കാണുന്ന ഒരാളും പരമാവധി ഈ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്തുകൊണ്ട് ഇനി ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല. അപ്പൊ അപ്പോൾ അധികം ആളുകൾ ചോദിക്കുന്നത് എന്താ നമ്മൾ ചെയ്യുക, പയത് എന്ത് ചെയ്യുന്നു ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാലേ, നമ്മളെ വീട്ടിൽ ഇതുപോലെ നമ്മൾ പരമാവധി ബൈൻഡ് ചെയ്തിട്ടും ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇഷ്ടം പോലെ വീട്ടിൽ റാക്കുകളുണ്ട്, അലമാരകളുണ്ട്. ഇപ്പോഴത്തെ പുതിയ വീടുകളാണെങ്കിൽ മേലെ പിന്നെ പുതിയ ഡിസൈൻ ചെയ്യുമ്പോൾ ഇഷ്ടം പോലെ സ്ഥലം ബാലൻസ് എടുക്കുന്നുണ്ട്. ആ സ്ഥലങ്ങളിൽ നല്ല പിന്നെ പ്ലാസ്റ്റിക് പാത്രങ്ങളിലാക്കിയിട്ട് അടച്ച് ഉറപ്പാക്കിയിട്ട് നല്ല കെട്ടിയിട്ട് അവിടെ കൊണ്ടുപോയി വെച്ചാലേ നമ്മളെ വീട് എത്ര കാലം ഉണ്ടോ അത്രയും കാലം അത് അവിടെ നോക്കും. ഇത് നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് ബർക്കത്തുള്ള സംഗതിയാണ്. ഖുർആൻ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ബർക്കത്തുണ്ടാവും, റഹ്മത്തുണ്ടാവും, യാതൊരു സംശയവും ഇല്ല. കാരണം ഇത് ഏത് പിന്നെ മതക്കാരായാലും ആ മതത്തിന്റെ ഗ്രന്ഥങ്ങൾ അത് സൂക്ഷിക്കൽ അവരുടെ ഉത്തരമ ഒരു ബോധമുള്ളവർ ചെയ്യും. പിന്നെ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചതാണ് അത്. പിന്നെ അതിന് എന്ത് ചെയ്യണം? പിന്നെ നമ്മൾ കത്തിച്ച് കളയാന്നുള്ളതാണ്. കത്തിച്ച് കളയാൻ നമുക്ക് നമ്മളെ ഗ്രന്ഥം കത്തിച്ച് കളയാൻ ഞാൻ കുറെ നോക്കി കത്തിക്കാന്, പക്ഷെ എന്നെ കൊണ്ട് അത് സാധിക്കാത്തോണ്ട് വീണ്ടും അവിടെ എടുത്തു വെച്ചതാണ്. ഈ മതപരമായിട്ട് കത്തിക്കാനുള്ള വകുപ്പുണ്ടോ? മതപരമായി കത്തിക്കാൻ വകുപ്പുണ്ട്, പക്ഷെ കത്തിക്കാൻ വെറും നമ്മൾ വിറക് കത്തിക്കണമെങ്കിൽ കത്തിക്കാൻ പറ്റില്ല. ഇത് നമ്മൾ നല്ലൊരു ചെമ്പില് കത്തിക്കണം. ഇത് ഉപയോഗിക്കുമ്പോഴൊക്കെ ഉളു വേണം. പിന്നെ അത്രയും ബഹുമാനിച്ച് ഉപയോഗിക്കുന്ന സംഗതിയാണ് ഇതിപ്പോ. എന്നിട്ട് എന്ത് ചെയ്യാം? വലിയ ചെമ്പില് നമ്മൾ കത്തിച്ച് ഓരോരോ പേജ് കത്തിക്കണം. ഇപ്പോൾ ഒരു സാഹിബ് 600 പേജ് ഉണ്ടാവും, അല്ലെങ്കിൽ 300 പേജ്. ഇത്രയും നമ്മൾ എന്ത് ചെയ്യണം? പിന്നെ ഓരോന്നും കത്തിക്കണം, അല്ല ഫുള്ള് കത്തി അതെ. അങ്ങനെ കത്തിയതിനു ശേഷം ഈ അതെല്ലാം കൂടി നല്ല പിന്നെ കത്തിച്ചിട്ട് നല്ല ഒഴുക്കുള്ള വെള്ളത്തില് നമ്മൾ കലക്കി കളയണം. കവറിലാക്കി കൊണ്ടുവരാൻ ചാരം കലക്കി കളയണം, മിക്സ് ചെയ്ത് കളയണം. അത്രയും പിന്നെ സൂക്ഷ്മതയോടെ ചെയ്യേണ്ട ഒരു സംഗതിയാണ്. അപ്പൊ ഈ ആക്രിക്കടക്കാരെ അവർ പറഞ്ഞത് അവര് മണ്ണെണ്ണ ഉപയോഗിച്ച് കത്തിക്കലാണെന്ന് പറഞ്ഞു. അപ്പൊ എന്നെ കണ്ടപ്പോ എന്ത് ചെയ്യും? അവരെന്നെ അവര് അവിടെ ഈ സാധനം വരുമ്പോ നിങ്ങളെ വിളിക്കല? അല്ല, ഞാനിപ്പോ അറിയാതെ ഒരു ദിവസം പോയപ്പോ കണ്ടതാണ്. ആദ്യമായിട്ട് അറിയാതെ ഒരു ദിവസം കണ്ടു. കണ്ടത് പറഞ്ഞാൽ ഞാൻ കണ്ടതല്ല. അദ്ദേഹം ഞാനൊരു ബഹുമാനിക്കേണ്ട ഒരു പിന്നെ പഠിച്ചവന്റെ പേര് എഴുതിയൊരു ബോർഡ് കണ്ടപ്പോ അങ്ങനെ ചളിയായി കിടന്നപ്പോ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇത് ഇവിടെ വെക്കേണ്ട സാധനമില്ലല്ലോ, ഇതെടുത്ത് നിങ്ങൾ റൂമിൽ വെക്കി, ഞാൻ കഴുകി തരാന്ന് പറഞ്ഞപ്പോൾ എടുത്തപ്പോഴാണ് അയാൾ പറഞ്ഞത്, ഇതൊന്നുമല്ല മോനെ, ഇഷ്ടം പോലെ നമ്മളെ ഖുർആനിന്റെ ചാക്ക് കണക്കിന് ഇവിടെ കിടക്കുന്നുണ്ട്, ആളുകൾ കൊട്ടിച്ചത്. അപ്പോഴാണ് നമ്മൾ ആകെ മനസ്സ് പൊട്ടിപ്പോയത്. അങ്ങനെ നമ്മൾ അറിയണത്. അത് ഈ കൊറോണ സമയത്ത് നമ്മള് സ്ഥിരമായി പോകുന്ന കടയാണ്. അവിടെ പിന്നെ നമ്മള് പഴയ സാധനങ്ങൾ കൊടുക്കാൻ വേണ്ടി പോകുന്ന ആ കടയിൽ ചെന്നപ്പോഴാണ് ഇയാൾ പറയുന്നത്. അതിന്റെ ശേഷം ഞാൻ പല കടകളിലും ചെന്നു. ചില ഖുർആനില് കാശുണ്ടാവും. ആ വയസ്സായ വല്യമാർക്ക് ആ ചട്ടന്റെ ഉള്ളത്ത് കാശ് വെക്കാൻ പാടില്ല. അത് പിന്നെ ഉത്തമം അറിയാത്തതുകൊണ്ടാണ് വയസ്സായ ആളുകളല്ലേ. അപ്പൊ അങ്ങനെ വയസ്സായ പഴയ കാലത്തൊക്കെ വല്യമാര് ഈ ഖുർആനെ സൂക്ഷിച്ചിരുന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. അവരെന്ത് ചെയ്യും? നല്ല ഒരു എത്ര പൊട്ടിയ പഴയ ഖുർആനാണെങ്കിലും വലിയ ശീലന്റെ കവറൊക്കെ അടിച്ച് നല്ല വൃത്തിയിൽ അത്രയൊക്കെ പൂശി ആ ഒരു പിന്നെ ബഹുമാനം, എന്നിട്ട് നമ്മൾ കുട്ടികള് കൈയെത്താത്ത രീതിയിൽ ഉയർത്താണ് വെക്കല്. അങ്ങനെ ബഹുമാനിച്ചിരുന്ന സംഗതി എങ്ങനെ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു ആക്രിക്കടയിൽ എത്തിയെന്നുള്ളത് നമുക്കൊന്നും മനസ്സിലാണില്ല. അപ്പൊ അതുകൊണ്ട് ഇത് കേൾക്കുന്ന കാണുന്ന എല്ലാവരും ഷെയർ ചെയ്യുക, എല്ലാവരിലേക്കും ഇത് എത്തിയിട്ട് എല്ലാ സഹോദര വിശ്വാസികൾക്കും ഇത് എത്തണം. എന്നിട്ട് ഇനി മേലിൽ ആരും അത് ആക്രിക്കടയിലേക്ക് വിടാതെ നിങ്ങൾ വീട്ടിൽ തന്നെ നല്ലൊരു പ്ലാസ്റ്റിക് പാത്രത്തിലാക്കിയിട്ട് നിങ്ങൾ വീട്ടിൽ വെച്ചാൽ തീർച്ചയായിട്ടും വീടിനൊരു വർക്കത്തുണ്ടാവും, ഐശ്വര്യം ഉണ്ടാവും. ഇപ്പോഴത്തെ ഈ നാട്ടിലെ പ്രയാസങ്ങളും അതുപോലെ ദുരന്തങ്ങളും അതുപോലെ രോഗങ്ങളൊക്കെ ഒരു പക്ഷേ ആയിരിക്കാം എന്ന് നമുക്ക് അല്ലാന്ന് പറയാൻ പറ്റൂല. കാരണം അത്രയും ബഹുമാനിക്കേണ്ട ഒരു സംഗതിയാണ്. പടച്ചോന്റെ കലാമാണല്ലോ. ദുന്യാവിൽ നമുക്ക് ഖുർആന് നമുക്ക് ഷിഫാവും എല്ലാ മുഅ്മിനീങ്ങൾക്കും ഷിഫ ഖുർആനാണ്. പിന്നെ മരിച്ചു പോയാൽ നമുക്ക് ഇമാം ഖുർആനാണ്. ഖബറിൽ മരിച്ചു കിടന്നാൽ നമുക്ക് വെളിച്ചാവുന്നത് ഖുർആനാണ്. അങ്ങനത്തെ ഖുർആൻ നമ്മൾ ഇങ്ങനെ ആക്രിക്ക് വിട്ടാലും പിന്നെ എങ്ങനെ നമുക്ക് വെളിച്ചം കിട്ടുക? ഒരുപക്ഷെ നമ്മളെ മലപ്പുറം ജില്ലയിൽ അല്ലെങ്കിൽ ഇതുപോലത്തെ പ്രദേശങ്ങളിൽ നിന്നായിരിക്കും ഈ ശിവകാശിക്ക് പടക്കം പൊട്ടിക്കാൻ. തീർച്ചയായിട്ടും അങ്ങനെ പോയാൽ തന്നെയാണ്. അല്ലാതെ അവർ പടക്കക്കാരെന്തായാലും പുതിയ ഖുർആൻ ഞാൻ മനസ്സിലാക്കുന്നു. നമ്മളെക്കാട് ഒരു ഇതിനോടൊരു ഹുർമത്തും സ്നേഹം അല്ലെങ്കിൽ നല്ല ബഹുമാനം കൊണ്ടുനടക്കുന്നത് തമിഴ്നാട്ടിലേക്ക് വിശ്വാസികൾക്ക് ഭയങ്കര പവറാണ്. അവർ ഒരിക്കലും ഈ സംഭവം ചെയ്യുന്നു തോന്നുന്നില്ല. മലയാളികൾക്ക് ഇതൊക്കെ ഒരു സിമ്പിൾ നമ്മൾക്ക് എന്തോന്നറിയില്ല. അല്ല, നമ്മളെ ഒരു കാഴ്ചപ്പാട് അങ്ങനെയാണ് നമ്മുടെ നാടിന്റെ. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇതിപ്പോ ഇവിടെ നിങ്ങളൊരു ഉദാഹരണം മാത്രമാണ്. എത്രയോ വീടുകളിലൊന്നല്ല, എത്ര കടയിൽ ഇപ്പൊ കെട്ടിക്കിടക്കുന്നുണ്ട്. ഞാൻ പല കടയിലും ചെന്നപ്പോ അവർ പറഞ്ഞത് ഇപ്പൊ കൊണ്ടുപോകാൻ തയ്യാറെടുപ്പെടുത്തിരുന്നു. നിങ്ങൾക്ക് ഇത് ഒരു സെറ്റപ്പ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അതാണ് നമുക്ക് എന്ത് ചെയ്യുന്ന അറിയാതെ നമ്മൾ ഇങ്ങനെ കിടക്കുമ്പോൾ കുറെ കൊണ്ടുവന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അതിനെന്തായാലും തീരുമാനത്തിൽ എത്തിയ ശേഷം
ഇത് നമ്മൾ ചെയ്യും ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇനി ആരും ഇത് വീഡിയോ കാണുന്ന ആരും ഇത് ഇനി ഒരിക്കലും ആയിക്കോട്ടെ. അപ്പൊ ചങ്ങായിമാർ മാക്സിമം ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ നോക്കി. ഈ ഒരു ഇത്രയും സാധനം കേട്ടോ, ഇതൊരു ഉദാഹരണം മാത്രമാണ്. അതല്ല, നിങ്ങൾ ഇതിന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങൾ പാവപ്പെട്ട ആളുകൾക്ക് പാവപ്പെട്ട ആളുകൾക്ക് നമുക്ക് കൊടുക്കാൻ. ഇപ്പൊ ഇതിന് നിങ്ങൾ കമന്റുകൾ പല ആളുകൾക്കും പല വിവരങ്ങളും ഉണ്ടാവും. ആർക്കും അഭിപ്രായം പറയാം. ഇൻഷാ അല്ലാഹ് ഇദ്ദേഹത്തിന്റെ ചാനൽ അഭിപ്രായം പറയാം, അല്ലെങ്കിൽ നമ്മളെ ചാനൽ നിങ്ങൾക്ക് കൂടെ നിങ്ങൾ എന്തെങ്കിലും കണ്ടിട്ട് അഭിപ്രായം പറയാം. നന്മ മീഡിയ എന്നാണ് നമ്മളെ ചാനലിന്റെ പേരുള്ളത്. ഇൻഷാ അല്ലാഹ് ചാനല് പിന്നെ നമുക്ക് ഉപയോഗിച്ച് നല്ല അത്യാവശ്യം കാര്യത്തിൽ എത്തിയ കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു സാന്ത്വന പ്രവർത്തനത്തിന് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യണം, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇതിന് പാവപ്പെട്ടവർക്ക് പള്ളിയിലേക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല നോക്കി ഇവിടെ നല്ലൊരു സാധനം നമ്മൾ കണ്ടിരുന്നല്ലോ. ഈ ഇത് ഖുർആൻ നല്ല ഖുർആനാണ്. ഇതിന് ഒരു വീട്ടിൽ ഉപയോഗിച്ചു സാധനമല്ല മൂപ്പര് നിങ്ങള് ഞാൻ വീട്ടിൽ ഉപയോഗിക്കണം. നിങ്ങൾക്ക് തന്നെ നമുക്ക് കാണിച്ചു തരാൻ വേണ്ടി മൂപ്പര് ഉപയോഗിക്കണം. അതേപോലെ തന്നെ വേറൊരു സംഭവം ഒരു ഖുർആൻ കൂടി കണ്ടു. വേറെ ഒന്ന് രണ്ടൊന്നല്ലേ നമ്മൾ മദ്രസയിലേക്ക് നോക്കേ, യാതൊരു കുഴപ്പമില്ല. ബൈൻഡിങ് ഒന്ന് പൊട്ടിപ്പോയി മാത്രമേ ഉള്ളൂ, വേറെ ഒരു കുഴപ്പമില്ല. അങ്ങനെ ഖുർആൻ മാത്രമല്ല കേട്ടോ, ഒരുപാട് അറബി കിതാബുകൾ, അതേപോലെ തന്നെ മൗലിദ് കിതാബ്, ഇതിനൊന്നുമില്ലാതെ തൊടാലോ. നോക്കി, ഇതിനൊന്നും ഒരു കുഴപ്പമില്ല. ഇതൊരു എന്താ പറയാ, കരിമ്പൻ വീണുന്നല്ലാതെ യാതൊരു പ്രശ്നമില്ല കേട്ടോ. പക്ഷെ ഇതിനെ സൂക്ഷിക്കാൻ എന്തില്ല, ആൾക്കാർക്ക് തയ്യാറല്ല, നമുക്ക് ഒരു കുഴപ്പമില്ല. ഇതിപ്പോ ഈ ഇങ്ങനെ നമ്മൾ പോയാൽ നമ്മൾ ഉമ്മാനും ബാപ്പാനും ബഹുമാനിക്കേണ്ട, അതിലേറെ ബഹുമാനിക്കേണ്ടതാണ് ഖുർആൻ. തീർച്ചയായിട്ടും വിശ്വാസപരമായിട്ട് അതിനെക്കാട്ട് അഥവാ പിന്നെ മതം പറയുന്ന അല്ലെങ്കിൽ നമ്മുടെ അടിസ്ഥാന ഗ്രന്ഥമാണ് ഖുർആൻ വിശ്വാസികളുടെ. മാത്രമല്ല നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും വെളിച്ചമാകാനുള്ള സംഗതിയാണ് ഖുർആൻ. അപ്പൊ എന്തായാലും ഇനി ഒരു പിന്നെ ആക്രിക്ക് കൊടുത്തയക്കുന്ന അവസരം. അപ്പൊ മാക്സിമം ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. കാരണം ഇങ്ങനത്തെ പ്രവണത ഉള്ള ആളുകളിലേക്ക് ഇത് എത്തണം. കാരണം ഖുർആൻ ഒരു ബാധ്യതയായി ആർക്കും മാറരുത്. ഇത് ഒരിക്കലും ബാധ്യത അല്ലാതെ നമുക്ക് നേർവഴി കാണിച്ചാൻ വേണ്ടിയിട്ടാണ് പടച്ചവന്റെ കലാമായിട്ട് പ്രവാചകന് ഇറക്കി കൊടുത്തു എന്നുള്ളതാണ് വിശ്വാസം. ഇപ്പൊ നിങ്ങൾ നോക്കിയേക്ക്, വേറെ ഒരു മതസ്ഥരും അവരുടേതായ അല്ലെങ്കിൽ ഈ സംഭവങ്ങൾ അവരുടെ രാമായണം ആയിക്കോട്ടെ, ഇനി ബൈബിൾ ആയിക്കോട്ടെ, റോഡ് സൈഡിൽ നിങ്ങൾ കാണൂല. പക്ഷെ ഇസ്ലാം മത വിശ്വാസികളാണ് എനിക്ക് തോന്നുന്നു, എന്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം, നമ്മൾ കണ്ടിട്ടില്ല അനുഭവങ്ങളാണ്. ഇഷ്ടംപോലെ നമ്മളൊക്കെ ഒരുപാട് റോഡ് സൈഡിൽ ഖുർആന്റെ ഏടുകളൊക്കെ കണ്ടിട്ടുണ്ട്. ഒരു 10 വർഷം പുറകോട്ട് നമ്മൾ അറബി നാട്ടിൽ ചെന്ന് കഴിഞ്ഞാല് അറബി നാട്ടിൽ അവർ ചെയ്യാറുള്ളത് വലിയ പള്ളിന് മുന്നിൽ വലിയ ബോക്സ് വെച്ച് നിഷേധിപ്പിച്ചോളാം. അതിന് വേറെ ഒരു ടീം വന്ന് കൊണ്ടുപോകും. സൗദി അറേബ്യയിലൊക്കെ അങ്ങനെ നമ്മുടെ നാട്ടിൽ സാധിക്കുന്ന ഒരിക്കലും. അതുകൊണ്ട് നമ്മളെ നാട്ടിൽ മുസ്ലിങ്ങളായ ആളുകള് ഈ പരമാവധി നമ്മൾ വീട്ടിൽ തന്നെ സൂക്ഷിക്കുക. ഇനി എത്ര കേട് വന്നാലും സാധിക്കുകയല്ല എന്നെങ്കിൽ നിങ്ങൾ എന്റെ നമ്പറിൽ വിളിച്ചോളി. നിങ്ങളുടെ നമ്പർ ഞാൻ എന്തായാലും കൊടുക്കുന്നുണ്ട്. പിന്നെ ഇൻഷാ അല്ലാഹ് നമ്മളെ നേരത്തെ പറഞ്ഞ വരി നമുക്ക് പരമാവധി അത് ഈ വിഷയമല്ല തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും മാക്സിമം സുഹൃത്തുക്കളെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം. കാരണം ഈ ഒരു പ്രവണത അഥവാ ഇത് ആക്രിന്നാണ് കൊടുക്കുന്നത്. ഇത് നോക്കി നിങ്ങള്, നമ്മള് പിന്നെ പല സാധനങ്ങളും വേസ്റ്റായ സാധനങ്ങൾ കൊണ്ടുപോയി കൊടുക്കുന്ന സ്ഥലമാണ് ആക്രി. അല്ലെങ്കിൽ അത് എടുക്കാൻ വരുന്ന ആൾക്ക്, പെറുക്കി എടുക്കാൻ വരുന്ന ആളുകളൊക്കെ അങ്ങനെ. പക്ഷെ അതിൽ ഇതേപോലത്തെ ഖുർആനും അതുപോലെ തന്നെ പ്രമാണങ്ങളും എഴുതിയ കിതാബുകളും കാര്യങ്ങളൊക്കെ വരിക എന്ന് പറയുമ്പോൾ വിശ്വാസികൾക്ക് ഒരിക്കലും ഇത് താങ്ങാൻ പറ്റുന്നില്ല. അപ്പൊ എന്തായാലും നമ്പർ ആഡ് ചെയ്തിട്ട് വിളിക്കുക. അവർക്ക് ചെയ്യേണ്ട രീതി നമുക്ക് പറഞ്ഞു കൊടുക്കാം. പെട്ടെന്ന് ഇത് ഒരു സുപ്രഭാതത്തിൽ നേരം പുറത്താടില്ല ഖുർആനും കൂടി നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് സൂക്ഷിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പൊ എന്തുകൊണ്ട് എന്ത് ചെയ്യണം എന്നുള്ളത് ഇപ്പൊ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങൾ ആക്രിക്ക് കൊടുത്തയച്ചാലുള്ള അവസ്ഥ ഇതാണ്. അതുകൊണ്ട് ആരും ആക്രിക്ക് കൊടുത്തയക്കാതെ പരമാവധി കൊടുത്തേക്കാൾ വല്ല പടക്കായിട്ട് പൊട്ടിപ്പോകും. അത് യാതൊരു സംശയമില്ല. നമ്മൾ നേരത്തെ കണ്ടതാണ്. പടക്കായിട്ട് പൊട്ടിപ്പോകും, അല്ലെങ്കിൽ അടുത്തുള്ള സൈക്ലിങ്ങിന് വീണ്ടും വരും. അതിങ്ങനെ പേപ്പറും കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ പൗഡർ ആയ സാധനങ്ങളൊക്കെ. ഇതൊക്കെ നമ്മള് ഇത്രയും പൗഡർ ആയത് ഇവരെടുത്ത് ഒന്നിന് ശേഷം പൗഡർ ആയതാണ്. അതായത് വീട്ടിൽ നിന്ന് ഇത്ര പൗഡർ ആയത് ഇതിപ്പോ അവിടെ കെട്ടിക്കിടന്ന് നിങ്ങൾക്ക് തെരഞ്ഞെടുത്ത് തരികയാണ്. അതായത് കെട്ടി വെക്കും. അപ്പൊ അത് കാണുമ്പോൾ ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് ഭയങ്കര സങ്കടമുണ്ട്. അപ്പൊ ചങ്ങായിമാർ മാക്സിമം വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഇതുപോലത്തെ പ്രവണത ഉള്ള ആളുകളിലേക്ക് വീഡിയോ എത്തിക്കുക. കാരണം അവര് ആരെങ്കിലും ഒരാൾ ഇത് മോശമാണ് എന്ന് പറഞ്ഞ് അത് ചെയ്യാതിരുന്നാൽ ഇതിനെ അതിന്റേതായ ബഹുമാനത്തോടു കൂടി നിലനിർത്തി കഴിഞ്ഞാൽ അതിന്റെ ഒരു പുണ്യം തീർച്ചയായിട്ടും കിട്ടും. നമ്മളൊരു തെറ്റ് കാണുമ്പോ കാണിച്ചു കൊടുക്കണം. ഇത് തെറ്റാണെന്ന് സമൂഹത്തിലേക്ക് എത്തിച്ചു കൊടുക്കണം. അപ്പൊ ഞാൻ പരമാവധി ആളുകൾക്ക് ഞാൻ വിളിച്ച് പല യൂട്യൂബേഴ്സിനെ ഞാൻ വിളിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് ഞങ്ങളോട് സഹകരിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മളെ ചാനൽ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഇത് പരമാവധി നമ്മൾ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് തീർച്ചയായിട്ടും ഇൻഷാ അല്ലാഹ് അപ്പൊ എന്തായാലും ഇതിനൊരു ഫലം കാണുമെന്ന് വിചാരിക്കാം. അപ്പൊ എന്തായാലും നമുക്ക് തൽക്കാലം വീട് നിർത്താം. സഹായം ഉണ്ടാവട്ടെ. തീർച്ചയായിട്ടും എല്ലാവരും ദുആ ചെയ്യുകൊണ്ടു. തീർച്ചയായിട്ടും. അപ്പൊ ഇതുപോലത്തെ പരിപാടി ആരും ഇനി ചെയ്യരുത്. അപ്പൊ നിർത്തിയാലെന്നാ. തീർച്ചയായിട്ടും. അപ്പൊ എല്ലാവരും മാക്സിമം വീഡിയോ വീണ്ടും ഷെയർ ചെയ്യാട്ടോ. എല്ലാവരും ഷെയർ ചെയ്യുക. നല്ലൊരു കാര്യം ഷെയർ ചെയ്യുക. അതിന്റെ പുണ്യം എന്തായാലും ഉണ്ടാവും. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.